ഹായ് അന്തീപ്പ. കുറേ നാളായി വീഡിയോസ് ചെയ്തിട്ട് നല്ല തിരക്കാണ്, വീട്ടിൽ നല്ല പണിയുണ്ട്. അപ്പോൾ ആദ്യം ആളെ വെച്ചൊക്കെ ചെയ്യിപ്പിക്കാമെന്ന് കരുതിയെങ്കിലും പിന്നെ ഞാൻ നോക്കിയിട്ട് ആളെ വെച്ച് ചെയ്യിപ്പിച്ചാലും ഞാൻ വീണ്ടും ഒന്നും കൂടെ ചെയ്യേണ്ടി വരും. സോ നമ്മൾ തന്നെ ചെയ്യാമെന്ന് കരുതി ഇപ്പോൾ വീട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണ്. എന്തിനാന്ന് വെച്ചാൽ കൊച്ചിൻ്റെ ആദ്യ കുർബാന വരെയാണ്. അപ്പം കുറച്ച് പേരെയൊക്കെ വിളിച്ച് ഒരു ചെറിയ പരിപാടി. ഓക്കെ, അപ്പം അതിൻ്റെ ഗൗൺ തയ്ക്കലൊക്കെ ആയിട്ട് 2 ആഴ്ച അങ്ങ് പോയി. അത് കഴിഞ്ഞ് ക്ലീനിങ് ആയിട്ട് ഒരു 1.5 ആഴ്ച അങ്ങനെ പോയി. അതെല്ലാം കഴിഞ്ഞതാ ഞാനിപ്പം മാളി വന്നിരിക്കുകയാണ്. കാരണം വെള്ളം ഒഴിക്കുന്ന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് വിത്തൊക്കെ ഇട്ടതൊക്കെ മുളച്ചു. അപ്പം അതൊന്നും നടാനായിട്ട് ഈ പറഞ്ഞ പോലെ ഗ്രോ ബാഗോ കാര്യങ്ങളോ ഒന്നും എനിക്ക് പൊക്കിക്കൊണ്ട് പോകാൻ പറ്റുന്നില്ല. ഗ്രോ ബാഗിലൊക്കെ ആണെങ്കിൽ മണ്ണ് നിറയ്ക്കുന്നതിനൊരു പരിധി ഉണ്ടല്ലോ. അപ്പം പിന്നെ ഇപ്പോൾ ടെറസിൻ്റെ മുകളിലോട്ട് മാറ്റി. കാരണം താഴെ വെച്ചേക്കുന്നതൊന്നും എന്താ പിടിക്കുന്നില്ല. ഞാൻ ചീര വെച്ചു, പൊങ്ങുന്നില്ല. അപ്പം ഇവിടെ ഇപ്പം ഇട്ടപ്പം ചീര പൊങ്ങുന്നുണ്ട്, പക്ഷേ ഫുൾ കളയാണ് വന്നേക്കുന്നത്. അപ്പോൾ അത് പറിച്ച് കളയണം, കാണിച്ചു തരാം ഞാൻ. പിന്നെ താഴെ പയർ മാത്രമാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അതായത് വള്ളിപ്പയർ ഇട്ടത് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ തക്കാളി വെച്ചത് പൂത്ത് നിൽക്കുന്നതല്ലാതെ അത് കായ്ക്കുന്നില്ല. പിന്നെ പാവയ്ക്ക ഉണ്ടാകുന്നുണ്ട്. പാവയ്ക്ക അത് എപ്പോൾ ഇട്ടാലും വെറുതെ പാവയ്ക്ക വരും കേട്ടോ. അപ്പം അത് നടക്കുന്നുണ്ട്, പാവയ്ക്ക ഉണ്ട്. പിന്നെ തക്കാളി നടക്കുന്നില്ല. പച്ചമുളക്, കാന്താരി വെച്ചു. ഇതെല്ലാം വരുന്നുണ്ട്, മുരടിച്ചൊക്കെ പോവാം. അപ്പം അവിടെ ശരിയാവുന്നില്ല. ഒന്നും മണ്ണിൻ്റെ എന്തൊക്കെ പ്രശ്നമുണ്ട്. എന്താണ് പയറിനാണെങ്കിലും മഞ്ഞ കളറിലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഓർത്തു എല്ലാം മുകളിലോട്ട് സെറ്റ് ചെയ്യാം. മുകളിൽ സെറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ഇവിടെ വൃത്തിയാക്കലിന് നല്ല പണിയുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു വേറെ ആളെ വെച്ച് ചെയ്യിപ്പിക്കണം. പക്ഷേ ഈ ഒരു പ്രോസസ്സാണ് ഞാൻ എൻജോയ് ചെയ്യുന്നത്. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമ്മൾ ക്രാഫ്റ്റ് അല്ലെങ്കിൽ തയ്യലിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്നതാണൊക്കെയാണ് ഞാൻ ആഴ്ചയിൽ 2 തവണയെങ്കിലും അഗ്രോ ബസാറിൽ പോകും. നമ്മൾ ബൈക്കും കൊണ്ടാണ് പോകുന്നത്. അപ്പം ചാണകം 10 കിലോയുടെ ഒരു പാക്കറ്റാണ് വാങ്ങിക്കുന്നത്. അത് വാങ്ങിച്ചാൽ പെട്ടെന്ന് തീരും കേട്ടോ. അപ്പം പിന്നെ ഒത്തിരി സാധനങ്ങൾ ഞാൻ കൂടുതലും കാണുന്ന ചാനലെന്ന് പറയുന്നത് ചില്ലി ജാസ്മിൻ എന്ന് പറയുന്ന ഒരു ചാനലാണ്, മലയാളത്തിൽ തന്നെ. അപ്പം അവരുടേതൊക്കെ കണ്ടിട്ട് ആണ് നമുക്കൊരു ഐഡിയ കിട്ടുന്നത്. ഓക്കെ, ഇങ്ങനെയൊക്കെ ചെയ്യണം. പക്ഷെ അതിനകത്ത് എല്ലാ കാര്യങ്ങളൊന്നും ഞാൻ ഫോളോ ചെയ്യാറില്ല. അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്, എല്ലുപൊടി അങ്ങനത്തെ സാധനങ്ങൾ. അപ്പോൾ എനിക്കിതൊന്നും യൂസ് ചെയ്യാൻ അറിയാത്തതുകൊണ്ടും അതിൻ്റെ കറക്റ്റ് അതിലൊന്നും എനിക്ക് വലിയ വിശ്വാസമില്ലെന്ന് തോന്നുന്നു. മേ ബി പയ്യെ ആവുമായിരിക്കും. ഇത്രയും നാൾ ഞാൻ ചാണകം മാത്രം വെച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് നമ്മുടെ ഇവിടുത്തെ മണ്ണ് കുറേ നാളായില്ലേ, കൊറോണയ്ക്ക് മുന്നേ മണ്ണിറക്കിയതാണ്. എന്നിട്ട് ബിജുവിനെ ആളെ വെച്ച് മുകളിൽ കയറ്റിയതാണ് മണ്ണ്. പക്ഷേ ഈ മണ്ണൊക്കെ എനിക്കൊന്നും ഉപയോഗിച്ചതോ അല്ലെങ്കിൽ ഉപയോഗിക്കാണ്ടിരുന്നിട്ടോ മൂടിയിട്ടിട്ടോ ഒക്കെ പോയി. അപ്പം ഇപ്പം ഇങ്ങനെ ഓരോ വീഡിയോസിലൊക്കെ കാണുന്ന ഡോളോമൈറ്റ്, കുമ്മായം അല്ലെങ്കിൽ ഡോളോമൈറ്റാണ് കുറച്ചും കൂടെ നമുക്ക് ഹാൻഡിന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിക്കുക, അതുപോലത്തെ പരിപാടി. ഇപ്പോൾ പണ്ട് ക്രാഫ്റ്റിൻ്റെ ഐറ്റംസ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന കണക്കാണ് ഞാൻ ഇതിൻ്റെ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നത്. അപ്പം ഇന്നിപ്പം ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇത് നമ്മൾ നോർമൽ പ്രൈവറ്റ് നഴ്സറീസിൽ പോകുന്നതിനെക്കാട്ടിലും ഈ അഗ്രോ ബസാർ ഗവൺമെൻറ്റിൻ്റെ തന്നെയാണല്ലോ. ഗവൺമെൻറ്റിൻ്റെ തന്നെയാണോ അതോ ഗവൺമെൻറ്റുമായിട്ട് കണക്ഷൻ ഉണ്ടോ എനിക്കറിയില്ല. അപ്പോൾ അവരുടെ അവിടെ നല്ല വില വ്യത്യാസമുണ്ട് കേട്ടോ ഓരോ സാധനങ്ങൾക്കും. അപ്പം ഇതിപ്പം സ്യൂഡോമോണാസാണ്. സ്യൂഡോമോണാസിൽ ഇതിൽ MRP ഇട്ടേക്കുന്നത് 70 രൂപയാണ്. പക്ഷേ 45 രൂപയാണ് 1/2 കിലോയുടെ പാക്കറ്റ്. അതുപോലെ ഡോളോമൈറ്റ് ഞാൻ ആദ്യം ഈ സംഭവം എന്താ ഇവിടെ ഒന്നും കിട്ടത്തില്ലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയിട്ട് ആമസോണിൽ നിന്ന് വാങ്ങിച്ചത്. അതിന് നല്ല റേറ്റ് ആയിരുന്നു തോന്നുന്നു. 1 കിലോയ്ക്ക് തന്നെ 1 കിലോയാണോ എത്രയോ കിലോയ്ക്ക് 360 പൈസ കേട്ടോ. ഇതിപ്പോൾ 1 കിലോയ്ക്ക് 25 രൂപയുള്ളൂ. 1 കിലോയ്ക്ക് 25 രൂപയുള്ളൂ. ഞാനപ്പം എനിക്ക് തോന്നുന്നു 3 കിലോ എങ്ങാണ്ടാണ് വാങ്ങിച്ചതെന്ന് തോന്നുന്നു. അപ്പം 1 കിലോയ്ക്ക് 160 എങ്ങാണ്ട് വന്നിട്ടുണ്ട് ആമസോണിൽ നിന്ന് വാങ്ങിച്ചപ്പം. യൂഡോമോണാസ് തന്നെ പിന്നെ ഞാൻ വാങ്ങിച്ച്. പിന്നെ ഞാനൊരു അവിടെ ഒരുവിധം സാധനങ്ങളും ഒക്കെ നല്ല ഇത് മറ്റേ ഈ ഇങ്ങനെ കെട്ടുന്ന ഇത്
കുറേ ലാസ്റ്റ് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ 80 രൂപ എങ്ങാണ്ടാണ് ഈ ഇത്രയും ബണ്ടിലിന്. മറ്റേ അഗ്രോ ബസാർ ഹോൾ ഇത് 120 രൂപ. ഇത് ഞാൻ ഇന്ന് രാവിലെ ഇവിടെ ഇരിക്കുന്ന 4 ഡ്രമ്മുണ്ട്. ആ ഡ്രമ്മ് ഫുൾ മണ്ണ് കളയാന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. സോ ഞാൻ വിചാരിച്ചൊരു 1/2 ബക്കറ്റ് അല്ലെങ്കിൽ 1/2 ഡ്രമ്മോളം മണ്ണ് പുറത്ത് കളഞ്ഞിട്ട് വേറെ കുമ്മായവും പിന്നെ ഡോളമൈറ്റൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കിയിട്ട് അതിൽ എനിക്ക് കുറച്ച് പടവലവും പയറും ഒക്കെ വിത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അത് ഇങ്ങോട്ടേക്ക് ഇടാം. അപ്പം അതിൻ്റെ ഒരു പ്രോസസ്സായിരുന്നു രാവിലെ. അങ്ങനെ ഇച്ചിരി ആഞ്ഞു പിടിച്ചതും ഇങ്ങനൊരു സാധനം ഉണ്ടായിരുന്നത് അത് പോയി. അപ്പം ഞാൻ വേറെ ഒരെണ്ണം വാങ്ങിച്ചു. പിന്നെ ഇതൊന്ന് കറിയാവും. ഇത് മറ്റേ ഇതിന് 60 രൂപയുള്ളൂ. വേപ്പിൻ പിണ്ണാക്ക് എന്തിനാണെന്നൊന്നും അറിയത്തില്ല. ചില്ലി ജാസ്മിനിലെ ആ ചേച്ചി പറഞ്ഞത് അത് വളരെ കുറച്ച് ഇടാവുള്ളൂ എന്നാണ് പറഞ്ഞിട്ടത്. അപ്പം ഞാൻ എന്തായാലും എനിക്ക് എൻ്റെ ഈ ഡ്രം ഒന്ന് സെറ്റാക്കാനുണ്ട്. അപ്പോൾ അതിൽ ഇതൊക്കെ ഒന്ന് ഇട്ടിട്ട് വേണം അതിൽ പരിപാടികൾ തുടങ്ങാനായിട്ട്. ഇത് പിന്നെ വേപ്പെണ്ണയില്ലേ, വേപ്പെണ്ണ മറ്റേ ഈ വേപ്പെണ്ണ മിശ്രിതമില്ലേ അത്. നമുക്ക് ഇപ്പം ഇവിടുത്തെ പരിപാടികളൊക്കെ ഒന്ന് കാണാം. ഇതാണ് എൻ്റെ ടെറസ് കേട്ടോ. ഇവിടെ കുറച്ച് സംഭവങ്ങളുണ്ട്. ഇവിടെയാണ് എൻ്റെ ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ്, അതായത് ഇതിൻ്റെ താഴെ ഇരുന്നിട്ടാണ് ഈ പരിപാടികളെല്ലാം. പിന്നെ ഡ്രമ്മ് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മുടെ ഈ 4 പാടും അവിടെ ഒരു വീട്ടിൽ എല്ലാം കൃഷിയും പരിപാടിയോ അവിടെ കൃഷിയുണ്ട്, ഈ ചെടികളും ഉണ്ട്. നമ്മുടെ വീട്ടിലിങ്ങനെ ചെടികൾ ഒത്തിരി ഒന്നും ഇല്ല കേട്ടോ. ഈ പൂച്ചെടികളൊന്നും ബിജുവിന് വലിയ താല്പര്യമില്ല. എനിക്കും പിന്നെ ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങോട്ടേക്കൊക്കെ ബൊഗെയിൻവില്ല അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. ഞാൻ എൻ്റെ സംഭവം എൻ്റെ വീടിൻ്റെ ഈ താഴെ കണ്ടോ, ഈ നേരെ താഴെ കാണുന്നില്ലേ, ഈ ഇത്ര ഏരിയയിലാണ് ഞാൻ ഇപ്പോൾ കണ്ടോ. അവിടെ ഇന്നിപ്പോൾ 2 പാവയ്ക്ക കിട്ടിയായിരുന്നത്. ഇത് പാവലായി പടർന്ന് കിടക്കുന്നത്. ഇത് അവിടുന്ന് അങ്ങോട്ടുള്ളതാണ് പയറ്. ഈ നേരെ താഴെ നിത്യവഴുതന, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും അങ്ങോട്ട് വെയിലില്ലാത്തതുകൊണ്ടാണ്. അതായത് ആ ഏരിയ ഒട്ടും വെയിലില്ലാത്തതുകൊണ്ടേ ഇവിടെ ഒന്നും വെയിലില്ല. അപ്പുറം ഇപ്പുറമുള്ള മതിൽ വന്ന് നിന്നിട്ട് വെയിലില്ലാത്തതുകൊണ്ട് അവിടെ വെച്ചേക്കുന്ന ഒന്നും പൊങ്ങുന്നില്ല. സോ അതായത് ഈ നേരെ കാണുന്ന മതിലിന് ഇപ്പുറമാണ് കേട്ടോ, ഇത് അപ്പുറത്തെ പറമ്പാണ്. അപ്പം വെയിലില്ല. സോ ഞാൻ വിചാരിച്ചെല്ലാം പൊക്കി മണ്ടയിലോട്ട് കൊണ്ടുവരാം. അപ്പോൾ എനിക്ക് വെയിറ്റ് എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണൊരു പ്രശ്നം. സ്റ്റിൽ ഞാൻ വെയിറ്റ് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം കൊണ്ട് വെച്ചത്. എനിക്ക് തോന്നുന്നു എൻ്റെ കൈക്ക് എന്തോ പ്രശ്നമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് വെച്ചിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നൊരു 2-3 ആഴ്ചയായെന്ന് തോന്നുന്നു. ഇത് മറ്റേ സലാഡ് വെള്ളരിയാണ്. ഞാനാകെ ഇത്രേ വെച്ചുള്ളായിരുന്നു. പിന്നെ ബിജു വന്നിട്ട് കുറച്ചും കൂടെ വാരി അവിടെ ഇവിടെയും കിടന്നും കൂടെ ഒക്കെ വാരി ഇവിടെ വെച്ചിട്ടുണ്ട്. അതെല്ലാം പൂവിടുന്നത്, അതായത് ആൺപൂ മാത്രമേ വരുന്നുള്ളൂ, പെൺപൂവിനെ കാണാനില്ല. എനിക്ക് തോന്നുന്നു മറ്റേ ആ സംഭവം വന്നിട്ട് ഇതെല്ലാം ആൺപൂവാണ്. കണ്ട, ഇതെല്ലാം ആൺപൂവാണ്. ഇതിൻ്റെ അടിയിൽ നിന്നെന്തോ ഇച്ചിരി ഈ ക്യൂക്കുംബർ മാതിരി തന്നെ വരും, അതാണ് പെൺപൂ. അത് വന്നിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ ഇതൊക്കെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. സോ അതാണിപ്പോൾ ഇവിടെ കുറേ ഉള്ളത്. പിന്നെ ഇത് 2 വാളൂരിപ്പയറിൻ്റെ 2 ചെടി കിട്ടിയുള്ളൂ എനിക്ക്. അപ്പം ഇതിലൊക്കെ ഉറുമ്പ് കയറുന്നല്ലോ. 2 ചെടിയേ കിട്ടിയുള്ളൂ. അത് പിന്നെ ഞാൻ ബക്കറ്റിൽ വെച്ചു. പക്ഷേ ഇത് ഇത്ര എണ്ണം ഞാൻ ഒരുമിച്ച് വെച്ച് പിന്നെ മണ്ടയിലോട്ട് പൊക്കി വെച്ച് അന്ന് എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. എനിക്ക് വെയിറ്റ് എടുക്കാൻ പാടില്ലല്ലോ. എൻ്റെ വയറിൻ്റെ അടിവയറെല്ലാം കൂടെ വേനച്ച് എനിക്ക് ഒരു രക്ഷയില്ലായിരുന്നു. അപ്പോൾ അന്നത്തോടെ ഞാനിത് നിർത്തിപ്പോയതാണ്. പിന്നെ 2 ആഴ്ച കഴിഞ്ഞ് സെറ്റായിട്ടാണ് ഞാൻ വീണ്ടും പിന്നെ ഇതിൻ്റെ പുറകെ വരുന്നത്. കാരണം ഇപ്പം ഒരു ഇൻട്രസ്റ്റ് അങ്ങ് കയറുവാ. അപ്പം ഞാനിപ്പം പയ്യെ വെയിറ്റ് എടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് 10 കിലോയുടെ ചാക്കായിട്ടാണ് ഇത് കിട്ടുന്നത്, ചാണകം കിട്ടുന്നത്. അപ്പോൾ ചാണകം പൊക്കി
കുറേശ്ശെ ഞാനിങ്ങോട്ട് കൊണ്ടുവരും, കുറേശ്ശെ പകുതി ചാക്കിലാക്കി കൊണ്ടുവരും. പിന്നെ ബാക്കിയുള്ളത് ഇത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടേക്ക് ഞാൻ കുറച്ച് വെണ്ട വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ കുറച്ച് മണ്ണേ ഇട്ടിട്ടുള്ളൂ. ഇനി മണ്ണും ചാണകമൊക്കെ പയ്യെ ഇടണം. അപ്പോൾ ഇതെനിക്ക് വേണ്ട, ഇച്ചിരി ഇട്ടിട്ടുള്ളൂ. ഇത്രയും തന്നെ എനിക്ക് വയ്യ, ഐ മീൻ ആരോഗ്യമില്ല. ഓക്കെ, ഇത് ഫുൾ കളയാണ്. കളയല്ല, ഇത് എന്താ പറയുന്നത്, ഇപ്പോൾ ഞാൻ വെള്ളം ഒഴിക്കാൻ വന്ന കേട്ടോ, വെള്ളം വഴി മാത്രം നടന്നില്ല. ഇത് ചീര ഇട്ടതാണ്, വെറുതെ വാരി ഇട്ടതാണ്. പക്ഷേ അതിൽ കളയാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഇരുന്ന് ഞാൻ പറിച്ചത്. ഇത്രയും ഭാഗത്തെ കള ഇനി അങ്ങോട്ടേക്കുള്ളതെല്ലാം പറിച്ച് കളയണം. അപ്പോൾ ഇത് ഇങ്ങനെ വാരി ഇട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു പണി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സോ ദാറ്റ്സ് ഇറ്റ്. പിന്നെ വന്നിട്ട് വീണ്ടും സലാഡ്, വെള്ളരി ഇതൊക്കെ എടുത്ത് കളയണം. എനിക്ക് അത് മതിയായി. ഇത് പയർ. അപ്പം ഞാൻ ഈ പയറും ഇത് കുറച്ച് പടവലം, ഒരു 2-3 പടവലത്തിൻ്റെ സെറ്റായിട്ടുണ്ട്. പിന്നെ ഇത് തക്കാളി, ഇത് പച്ചമുളക്. ഓക്കെ, അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. പിന്നെ അതിന് മുന്നേ ഞാനൊരു വീഡിയോയിൽ കാണിച്ചായിരുന്നു കുറച്ച് വിത്തിട്ടതേ, അതൊന്നും പിടിച്ചില്ല. ഇത് പിന്നെ വീണ്ടും ഞാൻ ഇട്ടതാണ്. വഴുതനയും, നീളം ഉള്ള വഴുതനയും അല്ലാണ്ട് ഉള്ള സംഭവം. പിന്നെ ഒരു പപ്പായ ചെറുതായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. അഗസ്ത്യ ചീരയാണിത്. അഗസ്ത്യ ചീര ഇട്ടാൽ കിട്ടുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല, എന്തായാലും കിട്ടി. അപ്പോൾ അതിൽ 2 ഞാൻ സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കിട്ടണം. ഇത് പിന്നെ അല്ലാണ്ട് ഞാൻ ഞാൻ നോക്കിയിട്ട് കാന്താരി ഒന്നും ഞാൻ പിടിപ്പിച്ച് വെച്ച് നടക്കുന്നില്ല. സോ അതങ്ങനെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇത് ഇന്നിപ്പോൾ ഞാൻ ആ ഡ്രമ്മ് പൊട്ടിച്ചപ്പം അതിനകത്തുനിന്ന് കിട്ടിയതാണ്. ഇത് ഞാൻ രാവിലെ നട്ട് വെച്ച് പോയതാണ്. അത് മടങ്ങിപ്പോയി. ഇനിയിപ്പോൾ അത് ശരിയാക്കണം. ഞാൻ പറഞ്ഞ ഡ്രമ്മ് ഇതാണ്. ഇത് കൊറോണയ്ക്കൊക്കെ മുമ്പേ ബിജു പോയി വാങ്ങിച്ചതാണ് ഈ ഡ്രമ്മ്. അപ്പോൾ ഇതിൻ്റെ ഇത്രയും മണ്ണുണ്ടായിരുന്നു, ഞാനത് ഇത്രയും വാരി കളഞ്ഞതാണ്. അപ്പോൾ ഞാനിത് ഓൺ ദ പ്രോസസ്. ഇത് നല്ല പണിയാണ്. അപ്പോൾ മണ്ണെല്ലാം കൂടെ ഇങ്ങോട്ടേക്ക് മാറ്റി. ഇനി ഇതിനകത്ത് കുറച്ച് ഡോളോമൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കണം. ഓക്കെ, ഇതും ഞാൻ ക്ലീൻ ചെയ്തതാണ് ഡ്രമ്മ്. അപ്പോൾ ഇനി ഡോളോമൈറ്റൊക്കെ ഇട്ടത് സെറ്റാക്കി. നല്ല മഴയാണെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലും പണി ചെയ്താലും നടക്കില്ല. അപ്പം ജസ്റ്റ് ഒരു ചെറിയ ചിന്ന വ്ളോഗ്, ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് അറിയിക്കാനായിട്ട്. എന്തായാലും ഇനി റെഗുലറായിട്ട് വീഡിയോസ് മെയ് കഴിഞ്ഞിട്ടേ ഉണ്ടാകത്തുള്ളൂ. കാരണം ഇനിയും ഉണ്ട്, കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട്. ഇപ്പോൾ സ്ഥിരമായിട്ട് കൊച്ചിന് ക്ലാസ് ഉണ്ട്. അപ്പം ക്ലാസ്സിന് വിടുക, വിളിച്ചുകൊണ്ട് വരിക. പിന്നെ അല്ലാതെ ഇവിടെ കുറച്ച് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് കുറേ അധികം സാധനങ്ങൾ അടിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ നന്നാക്കലിന് ആൾക്കാർ വരുന്നു, പോകുന്നു. അതിൻ്റെയൊക്കെ ബഹളം കാരണം ഒന്നും നടക്കുന്നില്ല. അപ്പം ഞാൻ ആ Q&A സീരീസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എനിക്കതിനുള്ളൊരു സാവകാശം കിട്ടുന്നില്ല, അതുകൊണ്ടാണേ. അപ്പം എനിക്ക് എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ ഇടുന്നതാണ് ഈ ഒരു കുഞ്ഞി ഗാർഡനിങ് വ്ളോഗ്. അത് ഞാൻ താഴത്തെയും കൂടെ ഞാൻ കാണിക്കാം. അപ്പോൾ ഇനി നമുക്ക് താഴോട്ട് പോകാം. ഇത് 2 നിലയുണ്ട്. അപ്പം ഇവിടുന്ന് ഇറങ്ങുക എന്ന് പറയുന്നതും ഇറങ്ങുന്നത് മുട്ടിന് ചെറിയ പ്രശ്നമുണ്ട്. ഇത് ഞാനിവിടെ കുറച്ച് മുന്തിരി ഉണ്ടായിരുന്നേ, മുന്തിരി അത്ര സെറ്റല്ല. സോ ഞാനത് താഴേന്ന് ബിജുവിനെ കൊണ്ട് വെട്ടിപ്പിച്ച് കളഞ്ഞു. പിന്നെ ഇത് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ആൻറ്റിയുടെ ഇതാണ്, കോവയ്ക്ക ഇതുണ്ട്. അത് വെള്ളം എവിടെ നിന്നാണെങ്കിലും അതിന് കൂറിങ്ങോട്ടാണ്. അപ്പോൾ അതിങ്ങനെ. പിന്നെ ഇവിടെ നിറച്ച് നീറും എന്നൊക്കെയുണ്ട്. ഇവിടെ കയറുക ഇറങ്ങുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക്കാണ്. നമ്മുടെ കരിവേപ്പ് ഇത് ഇപ്പോഴത്തെ അവിടെ കുറച്ച് ചെടിയും ഒക്കെ വച്ചിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ വെട്ടിക്കളഞ്ഞു. ഇവിടെ കുറച്ച് സംഭവങ്ങൾ, ഇത് ഫുൾ
ആപ്പിൾ ചാമ്പയാണ്. ഒന്നുപോലും പറിക്കാൻ പറ്റിയില്ല, ഭയങ്കര നീറായിരുന്നു. ഇവിടെ ഇത്ര നീറാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അതേ ഇവിടെ കുറച്ച് ഇതൊന്നും പൊങ്ങുന്നില്ല. അത് നമ്മുടെ ബാക്ക് സൈഡാണ്. ഇവിടെ പിന്നെ ഒന്നും വെച്ചിട്ട് കാര്യമൊന്നുമില്ല. സോ ഇവിടെ ഞാനൊന്നും ചെയ്യാറില്ല, വെച്ചത് വെറുതെ ആയിപ്പോൾ. ഞാൻ ആദ്യം ഈ കയറണ്ട, മുകളിലോട്ട് കയറണ്ട എന്ന് കരുതിയിട്ടാണ് എല്ലാം താഴോട്ട് വെച്ചത്. അതിപ്പം ഒന്നും ചെയ്യാൻ പറ്റാതെ. പിന്നെ ഇവിടെ ഒന്നും വയ്ക്കാൻ പറ്റില്ല, കാരണം ഇവിടെ ഈ വണ്ടി പോകുന്നതുകൊണ്ട് ഒന്നും നടക്കത്തില്ല. പിന്നെയുള്ളത് ഇതാണ്, ഇവിടെയാണ് സ്ഥാപന ജംഗമ വസ്തുക്കളൊക്കെ വെച്ചേക്കുന്നത്. ഇത് കുറച്ച് മണി പ്ലാന്റ്സ്, എൻ്റെ ആവശ്യത്തിന് കുറച്ച് സിങ്കോണിയം. ഓക്കെ, ഇത് ഇന്നലെ ഞാൻ വാങ്ങിച്ചതാണ്, ഒരു പച്ചമുളകിൻ്റെ തൈ. ഇത് 80 രൂപയായിരുന്നു. ഇത് പാം, അരിക്ക പാം, അത് ഒരു തൈക്ക് 100 രൂപ കേട്ടോ. പക്ഷെ ഞാനതൊരു പ്രൈവറ്റ് ഇവിടെ പോയി നോക്കിയപ്പം ഒരു റെഡ് പാമിൻ്റെയാണ് വില ചോദിച്ചത്. റെഡ് പാമിന് ഒരെണ്ണത്തിന് 500 അവർ പറഞ്ഞു. ഇത് ഞാൻ അമ്മയുടെ അവിടെ നിന്ന് കൊണ്ടുവന്ന പേര, അമ്മയുടെ അവിടെ നിന്ന് തന്നെ പറിച്ചുകൊണ്ട് വന്ന ഒരു പപ്പായ തൈ. ഓക്കെ, ഇത് വേറെന്തോ ഒരു പൂവിൻ്റെ ചെടിയാണ്, അങ്ങനെ ഒടിച്ച് വയ്ക്കത്തില്ല, അതുകൊണ്ട് പൂവിൻ്റെ ചെടി. ഇത് കുറച്ച് ഈ സ്പൈഡർ പ്ലാന്റ് ആണ്. ഇത് ഞാൻ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കിട്ടിയ കുറച്ച് കമ്പാണ്. അത് ചെമ്പകം, വൈറ്റ് ചെമ്പകം ഉണ്ടല്ലോ, അത്. ഇത് ചുമ്മാ കുറച്ച് ഇതിലിപ്പം പാവയ്ക്കാണ്. ഇതിൽ ഇന്നിപ്പോൾ 2 പാവയ്ക്ക ഞാൻ പറിച്ചതേ ഉള്ളൂ, അതല്ലാതെ ഒത്തിരി ഉണ്ട്. പക്ഷെ ഞാനിങ്ങനെ കുമ്പിൾ കുത്തുന്ന പരിപാടിയൊന്നുമില്ല. എനിക്കിതിങ്ങനെ തന്നെ കാണണം. ഇത് കണ്ടോ, ഇങ്ങനെ കണ്ട് ഇരിക്കുക, ഒന്നും കിട്ടിയില്ലെങ്കിൽ കാണുക എന്നുള്ളൊരു സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം എൻ്റെ കാന്താരി ഒന്നും കൂടെ പിടിക്കുന്നില്ല. ഇത് ഞാൻ ചുമ്മാ കഴിഞ്ഞ ആഴ്ച വേറെന്തോ ചട്ടിക്ക് ആവശ്യമുണ്ടായിരുന്നപ്പോൾ അതിൽ മണ്ണ് ഇങ്ങോട്ട് ഇട്ടതാണ്. ഇതേണ്ട കിടക്കുന്നു പാവയ്ക്ക. അപ്പോൾ ഇതിനെ ഞാൻ പറിച്ച് മണ്ടേ കൊണ്ട് വെക്കണം. ഞാൻ ആ ഡ്രമ്മ് സെറ്റാക്കുന്നത്. ഇതിന് കുറേ കമ്പൊക്കെ, ഇതൊക്കെ കോളാമ്പിപ്പൂവിൻ്റെ കമ്പാണ്, പക്ഷെ ഒന്നും പിടിക്കുന്നില്ല. പച്ചമുളക്, നോ രക്ഷ. ഇതൊക്കെ ഇങ്ങനെ എനിക്കൊന്നും 2 മാസത്തിൽ കൂടുതലായി. ഇത് എപ്പോഴും ഈ അവസ്ഥയാണ്. ഇതിനിപ്പോൾ വെള്ളമില്ല. ഇന്ന് രാവിലെ ഞാൻ വെള്ളം ഒഴിക്കാൻ വിട്ടുപോയി. ഇന്ന് രാവിലെ കുറേ സർവീസിങ്ങിൻ്റെ ആൾക്കാരൊക്കെ വന്നുകൊണ്ട് രാവിലത്തെ പണിയൊന്നും നടന്നില്ല, വെള്ളം ഒഴിച്ചില്ല. ഇന്നിപ്പോൾ മഴ കിട്ടുമായിരിക്കും. ഇത് പിന്നെ പയർ മാത്രം നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഇന്നും കൂടെ ഞാനൊരു പിടി എടുത്ത് മെഴുക്കുരട്ടി വെച്ചതേ ഉള്ളൂ. ഒത്തിരി ഉണ്ടാവുന്നുണ്ട്. പച്ചയും ചുമലയും ഉണ്ടാവുന്നുണ്ട്. 2 സൈഡിലും 2 വീതം വെച്ചു. നിത്യവഴുതന ഇങ്ങനെ പറന്നു നടപ്പുണ്ടെങ്കിലും ഒന്നും അങ്ങോട്ട് കിട്ടണില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഏരിയയിൽ നിന്നുള്ള ഇങ്ങോട്ടൊന്നും അടുക്കാൻ പറ്റില്ല. അവിടെ കുറച്ച് ബസളച്ചീരയുണ്ട്, അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറിച്ച് തോരൻ വയ്ക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ ഏരിയ കംപ്ലീറ്റ് ഞാൻ വല്ല സാധാ ഈ ഷെയ്ഡി പ്ലാന്റ്സും എല്ലാം വയ്ക്കാമെന്ന് കരുതുന്നു. അല്ലാതെ ഇവിടെ വലിയ പ്രയോജനമൊന്നുമില്ല, കാരണം വെയിലില്ല, പിന്നെ ഒട്ടും അങ്ങോട്ട് സെറ്റാകുന്നില്ല. സോ വെയിലില്ലാത്ത സാധാ ചെടികൾ മാത്രം വെച്ചിട്ട് കൃഷി മൊത്തം മുകളിലോട്ടാക്കാം. അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റ്. ഓക്കെ, അപ്പം ഈ ഒരു ചെറിയ അപ്ഡേറ്റ് ഇഷ്ടപ്പെട്ട് കാണുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു അടുത്ത എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് ഞാൻ കുറേയൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന, പക്ഷെ പറ്റണില്ല. ഇവിടെ ക്ലീനിങ് ഞാനൊന്ന് വലിയൊക്കെ കാണുമല്ലോ, കിച്ചറ പെട്ടെന്ന് കാണിക്കാന്നില്ല, രാത്രിയായി. അയ്യോ ലൈറ്റില്ലേ. ഓക്കെ, നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് വീടെല്ലാം. ഇത് ഞാൻ ആനയ്ക്ക് തയ്ച്ചാണ് ഗൗണ്. ഇവിടെ ഉണ്ടായിരുന്ന തുണി വെച്ച് തന്നെ കാണാം 3 ലെയർ. പിന്നെ ഗൗണ് ഇത് അന്ന് കാണിക്കാം, അതായിരിക്കും നല്ലത്. പിന്നെ ഇപ്പം എനിക്ക് ആനീനെ വിളിക്കാൻ പോകണം, സമയം
5:30 ആവാറായി. അപ്പോൾ ആനീനെ വിളിക്കാൻ ഇതൊക്കെ വല്ലപ്പോഴേ ഇങ്ങനെ എൻ്റെ വീട് കാണത്തുള്ളൂ. സോ ഞാൻ വിചാരിച്ച് ഒന്ന് കാണിച്ചേക്കാം. ഓക്കെ. ഇവിടെ ഇച്ചിരി കച്ചറയാണ്. ഇവിടെ നിന്നിപ്പോൾ ഞാൻ അങ്ങോട്ട് ക്ലീൻ ചെയ്ത് സെറ്റാക്കിയുള്ളൂ. അല്ല, ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ആൻഡ് വലിയ കുഴപ്പമില്ലാണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന അടുക്കളയാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് തോന്നും അയ്യോ ഇത് ഭയങ്കര ക്ലീനിങ് ആണ്. ഇതൊന്നുമല്ല, സത്യം പറഞ്ഞാൽ കുറച്ച് സിസ്റ്റമാറ്റിക് ആയത് ഇപ്പോഴാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മാക്സിമമാണിത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത് എന്തിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ പിന്നീടൊന്ന് ഓർക്കാനാണ് ഞാൻ ഈ സമയത്ത് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ബൈ. ഞാൻ ആനീനെ വിളിച്ചിട്ട് അടുത്ത വീഡിയോ കാണാം.